ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് അമ്മ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ അമ്മ വരുമ്പോൾ തന്നെ ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞ പൊതിച്ചോറായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ കഴിക്കാൻ ആഗ്രഹം ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആഗ്രഹം തോന്നിയപ്പോൾ തന്നെ ഓർഡർ ചെയ്ത് കഴിച്ചായിരുന്നു. പക്ഷേ എനിക്ക് വലിയ റൈസുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ വേണ്ടത്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എല്ലാം ചെറിയ അരിയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് അമ്മ. എല്ലാം നേരത്തെ അരിഞ്ഞ് വെക്കുക കേട്ടോ. അപ്പം അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമുണ്ടല്ലോ. കൂടെ ഹെൽപ്പറായിട്ട് കിക്കിയുണ്ട്, അവിടെ നിന്ന് സ്പൂണും എല്ലാം നിരത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നായിരുന്നു. എനിക്ക് കാലിന് ഇപ്പം നല്ല നീരും വേദനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ കിടക്കും ഇപ്പം. എന്നിട്ട് കുറച്ച് നേരം പുറത്തൂടെ നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കാനുള്ള സവോളയും വറക്കാനും വേണ്ടിയിട്ടുള്ള കേട്ടോ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിരിയാണി റൈസും നേരത്തെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. കുക്കിംഗ് ഫുൾ അമ്മയാണ്. എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഹെൽപ്പ് ചെയ്തു. എന്നോട് പോയി കിടന്നോളാനൊക്കെ അമ്മ പറഞ്ഞ കേട്ടോ. എന്നാലും ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഓർത്തു. അമ്മയ്ക്ക് കുക്കിംഗ് മാത്രമല്ല, കൂടെ കിക്കിനെയും കൂടെ നോക്കണം. അതാണ് ഏറ്റവും വലിയ പണി. അപ്പോൾ അമ്മയെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ബോൾ കളിക്കാൻ പോകണം, സ്റ്റെപ്പ് കയറണം, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനും കൂടെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സവോള ഫ്രൈ ചെയ്തെടുക്കണം. ഇതായിരുന്നു കേട്ടോ എൻ്റെ പണി. ഈ സവോള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോഴത്തേനും ഒരു സ്മെല്ലുണ്ടല്ലോ, അതെനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ഏറ്റെടുത്ത കേട്ടോ ഇതൊക്കെ. അങ്ങനെ അതൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യണമായിരുന്നു. അപ്പം എണ്ണ ചൂടായിട്ട് വേണമായിരുന്നു ചിക്കൻ ഇടാൻ, പക്ഷേ ഞാൻ ചൂടാകാൻ വേണ്ടി വെയിറ്റ് ഒന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ അത് ഫ്രൈ ആകുമ്പോഴത്തേനും അമ്മ റൈസ് തയ്യാറാക്കുന്നുണ്ട്. റൈസ് വേവിക്കാനുള്ള വെള്ളമൊക്കെ നേരത്തെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ റൈസ് ഇട്ടു. അതിൻ്റെ ഒപ്പം തന്നെ അമ്മ പപ്പടവും വറക്കുന്നുണ്ട്. അതുകൂടാതെ കാഷ്യും മുന്തിരി എല്ലാം വറുത്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ വെറുതെ നിൽക്കുമല്ലോ എന്നോർത്തിട്ട് അവിടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തോലൊക്കെ പൊളിച്ച് വെച്ചു. പിന്നെ കിക്കീനെ ആണെങ്കിൽ കുക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ അച്ഛനെ ഏൽപ്പിച്ചായിരുന്നു കേട്ടോ. എന്നാലും ഇവിടുത്തെ പണിയൊക്കെ നടക്കുകയുള്ളൂ. ഇത് ചിക്കനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവോളയും തക്കാളിയൊക്കെ ആയിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് കഴിഞ്ഞ് കുറച്ച് നേരം പോയി കിടന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്ന് എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദമ്മാണ് കേട്ടോ. അപ്പോൾ ലെയറായിട്ട് ചിക്കനും റൈസും പിന്നെ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച നട്ട്സും സവോളയും പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ആ പ്രോസസ്സ് തന്നെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ഒന്ന് ഫുള്ള് മിക്സ് ആക്കിയിട്ട് എല്ലാവർക്കും ഉള്ളത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണം എനിക്കൊന്ന് പോയി കഴിക്കാൻ വേണ്ടിയിട്ട്. കിക്കിക്ക് വേണ്ടി കുറച്ച് റൈസും ചിക്കൻ ഫ്രൈയും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എരിവുണ്ടെങ്കിൽ അവൾക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് അത് നേരത്തെ മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ അവൾക്കുള്ളത് അമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അവളും കഴിക്കുന്നുണ്ട് കേട്ടോ. പപ്പടവും മുട്ടയും സർലാസും എല്ലാം കൂടെ കൂട്ടി ഞാൻ നന്നായിട്ട് കഴിച്ചു കേട്ടോ. അച്ചാറിൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ ബിരിയാണി സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ വയറും മനസ്സും എല്ലാം ഒരുപോലെ നിറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.